സൗദി അറേബ്യയിൽ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ മുഹമ്മദ് ബിൻ സൽമാൻ സർക്കാർ. തൊഴിൽ നിയമങ്ങൾ, അതിർത്തി നിയമങ്ങൾ എന്നിവ ലംഘിച്ച് സൗദി അറേബ്യയിലേക്ക് കുടിയേറുന്നവർക്കെതിരെ വലിയ രീതിയിലുള്ള വൻ അടിച്ചമർത്തൽ സൗദി അറേബ്യയിൽ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. ഗൾഫ് ന്യൂസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് സൗദി ഇമിഗ്രേഷൻ ഏജൻസിയിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ 10,000 വിദേശ പൗരന്മാരെയാണ് നാട് കടത്തിയത് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. സൗദിയുടെ മുക്കിലും മൂലയിലും അരിച്ചു പറക്കുകയാണ് അനധികൃതമായി സൗദിയിലേക്ക് കടന്നു വന്നവരെ കണ്ടുപിടിക്കാൻ എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഒരേ സമയം ഓപ്പറേഷൻ നടത്തി 21,000-ലധികം പേരെ അറസ്റ്റ് ചെയ്തു എന്നും അറിയാനായി സാധിക്കുന്നു. ഈ 21,000 പേരെയും ഒരേ സമയത്തുള്ള ഓപ്പറേഷനിലാണ് അറസ്റ്റ് ചെയ്തത്. 14,000 പേർ റെസിഡൻസി നിയമങ്ങൾ ലംഘിച്ച് കടുത്ത കുറ്റം അവിടെ നടത്തിയിട്ടുണ്ട് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 4,600 പേർക്കെതിരെ അതിർത്തി സുരക്ഷാ ലംഘന കുറ്റമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. 3,000 പേർക്കെതിരെ തൊഴിൽ നിയമങ്ങളുടെ ലംഘനമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. 27,000 വിദേശ പൗരന്മാരെ അവരുടെ എംബസികൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇവരെ നാട് കടത്താനുള്ള പദ്ധതികൾ പുരോഗമിക്കുകയാണ് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിർത്തിയിൽ 1,477 പേർ സൗദിയിൽ പ്രവേശിക്കാൻ ഒരുങ്ങിയവരെ സൗദി പിടിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇതിൽ 41% പേരെയും സൗദി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. യമനിൽ നിന്ന് വന്ന 55% പേര്, ഈ പിടിച്ചവരിൽ യമനിൽ നിന്ന് വന്നത് 55% പേരും എത്യോപ്യയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും വന്ന ആൾക്കാരാണ് ഉള്ളത് എന്നുള്ളതാണ് വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അനധികൃത കുടിയേറ്റം തടയാനായി സൗദിയുടെ മറ്റൊരു ബുദ്ധി എന്ന് പറയുന്നത് വിദേശ പൗരന്മാർക്ക് അഭയം നൽകുകയോ ജോലി നൽകുകയോ ചെയ്താൽ സൗദി പൗരന്മാർക്ക് കടുത്ത ശിക്ഷയായിരിക്കും ലഭിക്കുക. അങ്ങനെ 18 സൗദി പൗരന്മാരെ സൗദി ഏജൻസികൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. കുറ്റാരോപിതനായ സൗദി പൗരന്മാർക്ക് 15 വർഷം തടവും കൂടാതെ 1 മില്യൺ സൗദി റിയാൽ പിഴയും ആണ് ഇപ്പോൾ കിട്ടാനായി പോകുന്നത്. വാഹനങ്ങളും അതിൻ്റെ നിയമലംഘനത്തിന് ഉപയോഗിച്ച സ്വത്തുക്കളും കണ്ടുകെട്ടൽ ഉൾപ്പെടെയുള്ള കടുത്ത നിയമപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സൗദി പൗരന്മാർക്ക് നേരിടേണ്ടി വരുമെന്ന് മനസ്സിലാകുന്നു. അനധികൃത കുടിയേറ്റക്കാർക്ക് അഭയം നൽകുന്നതിനെതിരെ ആഭ്യന്തര മന്ത്രാലയം സൗദി പൗരന്മാർക്ക് കനത്ത മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. കടുത്ത ശിക്ഷയായിരിക്കും ഇതിന് ലഭിക്കാൻ പോകുന്നത്. ഇത് പൊതുജന വിശ്വാസം തകർക്കുന്ന നടപടിയാണെന്നും നിയമനിർവഹണ ഏജൻസികൾ കർശനമായി ഈ കാര്യം കൈകാര്യം ചെയ്യണം എന്നുമാണ് സൗദി ഇപ്പോൾ പറയുന്നത്. ഈ നിയമങ്ങൾ ലംഘിക്കുന്നതായി സംശയിക്കുന്ന ആരെങ്കിലും കുറിച്ച് വിവിധ മേഖലകളിൽ നിയോഗിച്ചിട്ടുള്ള പ്രത്യേക ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ വിളിച്ച് വിവരങ്ങൾ കൈമാറാൻ സൗദി അറേബ്യൻ സർക്കാർ അവരുടെ പൗരന്മാർക്ക് തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നും മനസ്സിലാകുന്നു. ക്രമസമാധാന പരിപാലനം ലക്ഷ്യമിട്ടാണ് അനധികൃത കുടിയേറ്റക്കാരെ സൗദി ഇപ്പോൾ നാട് കടത്തുന്നത് എന്ന റിപ്പോർട്ടാണ് ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.